ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ പ്രാവശ്യം 2ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ബാലൻ ആണ് താങ്കൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾ പ്രാദേശിക വികസനത്തിൽ വലിയ പ്രാധാന്യം കാണിക്കുന്ന, പ്രാദേശിക വികസനം ആഗ്രഹിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. താങ്കൾ ഇതിനു മുമ്പും മത്സരിച്ച് പാരമ്പര്യമുള്ള ഒരാളെന്ന നിലക്ക് താങ്കളുടെ വികസന പ്രവർത്തനം ജനങ്ങൾ നന്നായി വിലയിരുത്തുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഒരു തവണ മത്സരരംഗത്ത് വിജയിച്ച് അധികാരത്തിൽ എത്താൻ സാധിച്ചതുകൊണ്ട് അങ്ങയുടെ വികസനം ജനങ്ങൾ തീർച്ചയായും വിലയിരുത്തും. ആ രംഗത്ത് അധികാരം കിട്ടിയിരുന്ന സമയത്ത്, മെമ്പറായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തായിരിക്കാം അന്നുണ്ടായിരുന്നത്. എന്നാലും ആ രംഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ വാർഡിന്റെ വികസന രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? വാർഡിന്റെ 2010 ആണ് ഞാൻ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2010 തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം ആ സമയത്ത് പാലാഴി 2ാം വാർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സമയമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ റോഡുകൾ ഒരുപാട് കട്ട് റോഡുകളും മറ്റേതുണ്ടെങ്കിൽ പോലും കുറേ വെള്ളക്കെട്ടുകളും വഴി നടക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്താ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരുപാട് റോഡുകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു റോഡാണ് വടക്കേൽത്താഴം പള്ളിയാരത്ത്. വർഷങ്ങളായി ജനങ്ങൾ മഴക്കാലം വന്നാൽ മുട്ടിന് വെള്ളത്തിൽ ചളി ചവിട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഗതികേടായിരുന്നു. അതിൻ്റെ മുൻഭാഗത്ത് ഉണ്ടാകുന്ന ഒരു 4 ഫൂട്ട് സ്ഥലം വഴി മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത്. പിന്നോട്ട് റോഡ് ഏകദേശം കട്ട് റോഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ മുന്നിലുണ്ടാവുന്ന ആ സ്ഥലം വിട്ടുവാങ്ങാൻ വേണ്ടി അതിൻ്റെ ജമ്മിയുമായി ഒരുപാട് സംസാരിക്കുകയും അവസാനം അവിടെ 8 ഫൂട്ടാണ് പിന്നിലുള്ളതെങ്കിൽ അതിന് 6 ഫൂട്ടും കൂടി അവർ വിട്ട് തന്നുകൊണ്ട് വലിയൊരു റോഡായിട്ട് ആ പഴയ ഒരു പാലാഴി പ്രസിദ്ധ തിയേറ്റർ എന്ന് പറയുന്ന ഇപ്പോൾ മറ്റ് ഒരു ഷീറ്റിൻ്റെ എന്തോ ഒരു പരിപാടിയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അടുത്തൂടെ ആ റോഡ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ പാറക്കപ്പുറമായി വളരെ പ്രയാസം, എത്രയോ വർഷങ്ങളായി നിലനിൽക്കുന്നൊരു പ്രയാസം. അങ്ങനെ തന്നെ മധുരാട്ട് മേഖലയായാലും കൊട്ടക്കാട്ടായാലും ശരി, അതേപോലെ തന്നെ നമ്മളെ മറ്റു മേഖല പാലാഴി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തൂടെ ആയാലും കൈമംഗലത്ത് കളംകൊള്ളി റോഡ്, ഒട്ടനവധി റോഡുകൾ 10-23 റോഡുകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് പാലാഴിയിൽ IAY ഇന്ദിരാ ആവാസ് യോജന എന്ന നിലയ്ക്ക് 6ഓളം വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് നമ്മൾ അവിടെ നമ്പിടിപറമ്പത്ത് അവരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജമ്മിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങി അതിനൊരു ഏകദേശം 16 ലക്ഷത്തോളം രൂപ 15-16 കാലഘട്ടത്തിൽ അതിന് വെച്ചു. 16 നമ്മൾ അവസാനത്തെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് 5 ലക്ഷം രൂപയുടെ മേലോട്ടുണ്ടാകുന്ന അന്ന് പണം ചെലവഴിക്കണമെങ്കിൽ അത് നമുക്ക് ഈ ടെൻഡർ മുഖേനയാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ അത് നമ്മുടെ കാലഘട്ടം. പിന്നീട് അത് കുടിവെള്ളമാണ്. ആ പ്രദേശത്തുണ്ടായിരുന്ന താഴെ ഭാഗത്തുണ്ടാകുന്ന ആളുകൾക്ക് മഞ്ഞ നിറമുള്ള വെള്ളം, അത് വലിയ പ്രയാസ ഭാഗത്തുള്ള ആളുകൾ സഹിച്ചു. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ആ ഫണ്ട് വയ്ക്കാനും അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി പോയിട്ട് അതിൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ബാലേട്ടൻ നമ്മുടെ പ്രദേശത്തൊരു സാധാരണക്കാരനാണ്. അതോടൊപ്പം ജനങ്ങളുടെ എല്ലാ സ്പന്ദനവും, പ്രദേശത്തിന്റെ സ്പന്ദനവും നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. ആ നിലക്ക് താങ്കൾ ഈ പറഞ്ഞതുപോലെ 23ഓളം റോഡുകൾ താങ്കൾ സൂചിപ്പിച്ചു. ഒരു വാർഡിൽ അത്രയും നല്ല ഒരു വികസന ഇടപെടൽ ഒരു 5 വർഷക്കാലം കൊണ്ട് നടക്കാൻ സാധിച്ചു എന്നത് വലിയൊരു സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിലയിരുത്തും എന്ന് തന്നെയായിരിക്കാം ഈ ഇലക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാലും ഇനി അടുത്തതായിട്ട് ഈ വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ 2ാം വാർഡ് പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് നിരവധി വികസന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ് തന്നെയാണ് 2ാം വാർഡ് ഇപ്പോഴും. ഒന്ന് താങ്കൾ സൂചിപ്പിച്ച കുടിവെള്ള പ്രശ്നം ഇപ്പോഴും പല കുന്നുകളിലും, പ്രത്യേകിച്ച് 2 കുന്നുകൾ നമ്മുടെ വാർഡിൽ നിലനിൽക്കുന്നത് കൊണ്ട്, പിന്നെ കുറച്ച് താഴ്ന്ന പ്രദേശവും നിലനിൽക്കുന്നത് കൊണ്ട് ഈ ശുദ്ധിയില്ലാത്ത വെള്ളം, മഞ്ഞവെള്ളം കിട്ടുന്ന പ്രശ്നം ഒന്നും, മറ്റൊന്ന് 2 ഭാഗത്ത് കുടിവെള്ള പ്രശ്നം കിട്ടാത്തത്, ഇങ്ങനെയുള്ള രൂക്ഷമായൊരു കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ രംഗത്ത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഗ്രാമപഞ്ചായത്തിലേക്ക് 2ാം വാർഡിൽ നിന്നും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യമായി മുന്തിയ പരിഗണന കുടിവെള്ളത്തിന് തന്നെയായിരിക്കും ഉണ്ടാകുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഒരു സാധാരണ പഞ്ചായത്തൊന്നുമല്ല.
കോടികൾ ആസ്തി ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ്. കാരണം നമ്മളെ ബൈപ്പാസിൻ്റെ കടന്നുകയറ്റത്തോട് കൂടിയിട്ട് ഒട്ടനവധി വൻവൻ ബിൽഡിങ്ങുകളും മറ്റും അതൊക്കെ നല്ലൊരു ശതമാനവും ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മാസം ഒളവണ്ണ പഞ്ചായത്തിന് കൊല്ലത്തിൽ ഒളവണ്ണ പഞ്ചായത്തിന് നേടിക്കൊടുക്കുന്ന ഒരു വാർഡ് കൂടിയാണ് 2. നമ്മൾ കുടിവെള്ളം മതിരാട്ട് മേത്തൽ, അതേപോലെ തന്നെ പാർക്കപ്പുറയുടെ ഭാഗങ്ങളിൽ, അതേപോലെ ഞാറ്റാമ്പറമ്പിൽ മേത്തൽ, കോമലക്കുന്നിൻ്റെ ഭാഗം വരുന്ന ആ ഭാഗം, അതേപോലെ പൊന്നമൂട് കുന്ന്, അതേപോലെ പുതുക്കടി മേത്തൽ ആ ഭാഗങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട്. എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം സഞ്ചാരയോഗ്യമായ ഒരു സൗകര്യങ്ങൾ നമ്മൾ ആ കഴിഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും കുടിവെള്ളം വല്ലാതെ വിഷമിക്കുന്ന ഒരു സംവിധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് യാതൊരു പ്രയാസവും നിലവിലുള്ള പഞ്ചായത്ത് നമ്മുടെ പന്തിരാങ്കാവ് പാലാഴിയിലോ മറ്റു ഭാഗത്തോ ഉണ്ടാവാൻ പാടില്ല. കാരണം 2014 കാലഘട്ടത്തിൽ 60 ലക്ഷം ലിറ്റർ വെള്ളവുമായിട്ട് പന്തിരാങ്കാവ് ഹൈസ്കൂൾ കുന്നിൻ്റെ മേലെ ഒരു ടാങ്ക് നിറഞ്ഞു നിൽക്കുക. പക്ഷെ അതിൽ നിന്ന് ഒളവണ്ണ മേഖലയിലേക്കോ പന്തിരാങ്കാവ് മേഖലയിൽ 2 ലൈൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുഖമായി പരിഹരിക്കാൻ കഴിയും. ഇതിന് മറ്റ് ഏജൻസികളെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഒളവണ്ണ പഞ്ചായത്തിന് അതുമാത്രമുള്ള തനത് ഫണ്ടുണ്ട്. കാരണം നമ്മുടെ തനത് ഫണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ബാങ്കുകളിലും മറ്റേതുമായിട്ട് ഇങ്ങനെ കിടക്കുക. അതെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ വലിയൊരു ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിനൊരു സംവിധാനം നോക്കിയതാണ്. കാരണം നമ്മളെ മണക്കടവ് മേഖലയിലും പാലാഴി മേഖലയിലുമായി ഞാൻ അന്നത്തെ പ്രസിഡന്റും നമ്മളെ ഭരണസമിതിയിൽ നമ്മളെ ഭരണസമിതി നമ്മളതല്ലെങ്കിൽ പോലും അത് അന്നത്തെ പ്രസിഡന്റുമായി സംസാരിച്ച് കുറഞ്ഞ ആളുകൾക്ക് നമ്മളെ പഞ്ചായത്തിൽ ഏറെക്കുറെ എന്താണെന്ന് വെച്ചാൽ ഒരു 100-209 ആളുകൾക്ക് താമസിക്കാനുണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. കാരണം അത് ആ മണക്കടവ് മേഖലയിലും അതേ പാലാഴി മേഖലയിലുമായിട്ട് ഓരോരോ ഏക്കർ സ്ഥലം എക്വിസേഷൻ ചെയ്തുകൊണ്ട് ഒരു 7 നില രൂപത്തിൽ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചാൽ കുറേ ആളുകൾക്ക് ഇന്ന് വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കാരണം ചെറിയ താമസിക്കാൻ കഴിയാതെ, കാരണം പാലാഴി മേഖലയിൽ പോലുണ്ടാകുന്ന സ്ഥലത്ത് 6000-7000 രൂപയാണ് വാടക. അതൊന്നും ഈ നിർദ്ധരായ ആളുകൾക്ക് നൽകാൻ കഴിയില്ല. അന്ന് ഒരു 6ഓളം വീടുകൾ ആ നിലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സംവിധാനം വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകൾക്ക് വീട് അനുവദിച്ചു കഴിയണം. അതിനുവേണ്ടി അഹോരാത്രം ഞാൻ പ്രവർത്തിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലായിട്ട് ഒരു നഷ്ടവും വരുന്ന കാര്യമില്ല. പൊതുരംഗത്തേക്ക് നമ്മളെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ആകെ ചെയ്യാനുള്ളത് അവർ നമുക്ക് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവനോ ചെയ്തവനോ ഒക്കെ ഉണ്ടാവാം. അതൊന്നുമല്ല, ജനങ്ങൾക്ക് പൂർണ്ണമായി നമ്മളേതായാലും ആ സേവന രംഗത്തേക്ക് വരിക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാനുള്ള സൗകര്യം ഭഗവാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാം. ഏതായാലും നമ്മുടെ സാമ്പത്തികമായി ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഒന്നും പ്രതിസന്ധി ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അതോടൊപ്പം നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ കൃത്യമായ വേദന മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. നമ്മുടെ പഞ്ചായത്തിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള നല്ല വരുമാനങ്ങൾ കിട്ടുന്ന സ്രോതസ്സുകളും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ വാർഡിൽ തന്നെ പ്രത്യേകിച്ചുണ്ട്. എന്നാൽ അത്തരം വികസനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഫ്ളാറ്റുകളും മാളുകളും അവിടെ നിന്നൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഫ്ളാറ്റുകളിൽ നിന്നുള്ള മാലിന്യവും മറ്റുമൊക്കെ അത് ഇവരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ചില ഫ്ളാറ്റുകളിൽ നിന്നൊക്കെയുള്ള മാലിന്യ വിഷയം ഇപ്പോഴും ജനങ്ങൾ ഒരു വലിയൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്? അപ്പോൾ ആ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ? ഒരുപാട് പ്രയാസങ്ങൾ ആ മേഖലയുമായിട്ട് പലപ്പോഴും പഴയ സമയത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര വികസിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ കഴിഞ്ഞ കാലം നമ്മളെ പാലാഴി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ട ജീവിത ശൈലിയാണ് പൊതുവെ നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ടാകാം. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് ഒരു വികസനം പൂർണ്ണമായി വരുമ്പോൾ അതിൻ്റെതായ ദുരിതങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ പാലാഴിയിൽ നമ്മുടെ പാറക്കപ്പുറായി മേഖലയിൽ ഒരു ഹൈലൈറ്റ് പോലെ ഉണ്ടാകുന്ന വലിയൊരു സ്ഥാപനം വന്നു. അപ്പോൾ അതിൽ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് ജോലിയുണ്ട്. പക്ഷേ ചെറിയ ചെറിയ വിഷമങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. ജനങ്ങൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഈ പറയുന്ന മിക്കവാറും മാലിന്യ പ്രശ്നങ്ങളാണ് പല ഭാഗത്തുനിന്നും ഉണ്ടാവുക. അപ്പോൾ ആ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അവരെ ഇരുത്തി സംസാരിപ്പിച്ച് പരിഹാരം കാണാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഇടപെടുകയും അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താനുണ്ടാകുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്താ പറഞ്ഞാൽ നമ്മളൊരു വാർഡ് കേന്ദ്രീകരിച്ച് എന്ന് മാത്രമല്ല
നമ്മളിപ്പോൾ എന്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഒരു 60 വർഷത്തോളമായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 10-15 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ ഭാഗത്തുണ്ട്. ആ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ബസ് സ്റ്റാൻഡുകളും അതേപോലെ നമ്മളിപ്പം പ്രധാനപ്പെട്ട പന്തിരാങ്കാവ് അങ്ങാടി പോലെ ഉണ്ടാകുന്ന ഒരു ഭാഗം, അവിടെ എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യന് നടക്കാൻ കഴിയാത്ത രൂപത്തിലുണ്ടാകുന്ന പ്രയാസമാണ്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക, പിന്നെ ഒരു പൊതു ശൗചാലയം, ഒരു ബാത്റൂമോ ഒന്നും മറ്റുണ്ടാകുന്ന സംവിധാനങ്ങൾക്കോ നമ്മൾ പന്തിരാങ്കാവ് അങ്ങാടിയിൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഹോട്ടലുകളിലേക്ക് കയറി ചെല്ലുന്ന ഹോട്ടലുകളിൽ ചിലപ്പോൾ ആ സൗകര്യങ്ങൾ പന്തിരാങ്കാവ് പോലെ ഉണ്ടാകുന്നിടത്ത് വളരെ കുറവായിരിക്കാം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, പിന്നെ പൊതു ശ്മശാനം, അതുപോലെ ഉണ്ടാകുന്ന ഒട്ടനവധി ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഒരുപാട് സമയത്ത് എന്താ പറഞ്ഞാൽ ഈ പറയുന്ന പൊതുസ്ഥലങ്ങളിൽ ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത നമ്മളത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ തന്നെയാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ വരുന്നു. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന സാധനം മുഴുവൻ പ്ലാസ്റ്റിക് കവറും മറ്റൊന്നും തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, ഏതായാലും ഈ രംഗത്ത് ശൗചാലയം സൂചിപ്പിച്ചു, വളരെ ശ്രദ്ധേയമായൊരു വികസന പോയിന്റാണത്. ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യമായി ഒന്ന് ശൗചാലയങ്ങൾ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഇന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലും, നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലും അതില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം തന്നെയാണ്. അത്തരം ശ്രദ്ധേയമായ ഒരിടപെടലെങ്കിലും നടത്തി പ്രായോഗികവൽക്കരിക്കാൻ സാധിച്ചാൽ അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ അവിടെ അവശേഷിക്കും. അതുകൊണ്ട് വിജയിച്ചാൽ അത്തരം ശ്രദ്ധേയമായ വികസന രംഗത്തേക്ക് താങ്കൾ കടന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധമായ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായ ആളുകളല്ല. ഞങ്ങൾ SYSന്റെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. കാന്തപുരം AP മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള സുന്നി പ്രസ്ഥാനത്തെ പ്രവർത്തകരാണ്. ഞങ്ങൾ അന്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ വോട്ടിന്റെ കാര്യത്തിലും മറ്റും നിൽക്കാറില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള നല്ല വികസനവും ജനകീയനായ വ്യക്തിയും അങ്ങനെയുള്ള മൂല്യങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുകയും വികസന രംഗത്തും രാജ്യത്തിന്റെ നന്മക്കും വേണ്ടി ശ്രമിക്കുന്നവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത്. ആ രംഗത്ത് താങ്കളുടെ പാർട്ടി, പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ മതേതര സംവിധാനത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല ഭരണം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ പ്രാദേശിക നേതാവാണ് താങ്കൾ. പഞ്ചായത്തിന്റെ പെരുവേൽ പഞ്ചായത്തിന്റെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കൂടിയാണ്. ആ രംഗത്ത് ഈ മതേതര മൂല്യം നമ്മുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ ആ രംഗത്ത് താങ്കൾ എന്തെങ്കിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇനിയും വലിയ മുന്നേറ്റത്തിനും ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പാലാഴിയിൽ ഏറെക്കുറെ ഒരു 38-40 കൊല്ലത്തോളമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് അതിനിടയിൽ പാലാഴിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. പാലാഴി അങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 18-19 വയസ്സ് മുതൽ നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുക എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഒരുമയോടുകൂടി പോകുന്ന നല്ല സ്നേഹം. അതായത് മൺമറിഞ്ഞു പോയ നമ്മുടെ ആലിയാജിയെ പോലെ ഉണ്ടാകുന്ന, അതേപോലെ നമ്മുടെ പഴയ രാഘവൻ നായർ, ഇപ്പം പഴയ CPMന്റെ രാഘവൻ നായരെ പോലെ ഉണ്ടാകുന്ന, അതേപോലെ പിന്നെ നമ്മുടെ പഴയ ബാബുവേട്ടനെ പോലെ ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നല്ല രൂപത്തിലാണ് നമുക്ക് ആ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ദാമോദരക്കുറുപ്പിനെ പോലെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒരു മതേതര ഒരിക്കലും ഒരു മറ്റ് ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം എന്നും അവർക്ക് വേണ്ടി ചെയ്യാനൊരു ആ പേരുകളൊന്നും നമ്മൾ എടുത്തു പറയുന്നില്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആളുകൾ വലിയ വാളും കുന്തവും ഒക്കെ ആയി വന്നുകൊണ്ട് അവരുമായിട്ടുണ്ടാകുന്ന എന്തോ ഒരു പ്രയാസത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം വരികയും അന്ന് അവരെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയതാണ്. ഞാൻ രക്ഷിക്കാൻ പോയ ആൾ ഒരു ഇതാണ്. അപ്പം മതേതരത്വം, അത് ആ മൂല്യം അത് ഒരു മേഘം വരെ മതേതര മൂല്യം അത് എങ്ങനെ അവസാനിച്ചു മതേതരത്വം അത് മറന്നുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. അത് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ, നമ്മുടെ MP ബാലേട്ടൻ ഏതായാലും തന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ആ മതേതരത്വം, മതസഹിഷ്ണുത, അതാണ് ഈ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും ആ രൂപത്തിൽ ചിന്തിക്കുന്ന കുറെ ബാലേട്ടന്മാരാണ് നമ്മുടെ പ്രദേശത്തിന്റെ ഐശ്വര്യമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അതോടൊപ്പം താങ്കൾ രാഷ്ട്രീയക്കാരനായിട്ട് പോലും കഴിഞ്ഞ കാലത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ വാർഡിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന് കാരണക്കാര് 2 പേര് പറഞ്ഞപ്പോൾ, ഒന്ന് ഒരു ഭാഗത്ത് പറഞ്ഞപ്പോൾ മറുഭാഗത്ത്
താങ്കളുടെ തീർത്തും എതിർ ഭാഗത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണ് പറഞ്ഞത്. അപ്പൊ ഈ മതേതരത്വത്തിന്റെ വിഷയത്തിൽ താങ്കൾക്ക് കക്ഷി രാഷ്ട്രീയം പോലും ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വലിയ ഒരു വാക്കാണ് താങ്കളിൽ നിന്നുണ്ടായത്. ആ രൂപത്തിലുള്ള നല്ല മനസ്സിന്റെ ഒരു ഉടമയായി പ്രദേശത്തിന്റെ വികസന രംഗത്ത് വലിയ സേവനം ചെയ്ത ബാലേട്ടൻ ഈ തവണ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വിജയം നേടുകയും ചെയ്യുന്നു. അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ച വികസന രംഗത്തൊക്കെ ഈ പ്രദേശത്തിന്റെ കൂടെ താങ്കൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വന്നതിന് എല്ലാവിധ ഭാവുകങ്ങളും താങ്കൾക്ക് നേരുന്നു. വാർഡിൽ എന്താണെന്ന് കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായ NP ബാലൻ എന്നെ നിങ്ങൾക്ക് 2ാം വാർഡിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ്. അതേപോലെ തന്നെ ഉള്ളവണ്ണം പഞ്ചായത്തിൽ ഒരു വാർഡ് നോക്കിയിട്ടൊന്നല്ല ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായപ്പോൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൽ വന്ന് സ്ഥിരം സാന്നിധ്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം ഞാൻ വിജയിച്ച് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇതേപോലുണ്ടാവുന്ന പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെ നിങ്ങളുടെ കൂടെ സദാസമയം ഞാൻ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ എന്നെ ക്ഷണിക്കുകയും അതിന് അവസരം ചെയ്യുകയും ചെയ്ത പിന്നെ നമ്മുടെ നേരത്തെ SYSന്റെ അതേപോലെ ഉണ്ടാകുന്ന ഇവരുടെ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന എനിക്കുണ്ടാവണം. നിങ്ങൾ അതേപോലെ തന്നെ ഞാൻ ജയിച്ചു വന്നാൽ ഈ പറയുന്ന മതേതരത്തിനും ജനാധിപത്യത്തിനും ഒന്നും യാതൊരു കളങ്കവുമില്ലാതെ അങ്ങനെ ജീവിച്ചു മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിലേക്ക് ഈ തവണ ജനവിധി തേടുന്ന ജനപ്രതിനിധിയാണ് താങ്കൾ P. രാധാകൃഷ്ണൻ. താങ്കളെ പ്രദേശത്തുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളോടൊപ്പം കഴിയുന്ന ഒരു സാധാരണക്കാരനാണ് താങ്കൾ. ജയിച്ച് ഒരു അധികാരത്തിലെത്തിയാൽ, പ്രത്യേകിച്ച് ഭരണ സംവിധാനം താങ്കൾ ഉൾക്കൊള്ളുന്ന LDFന്റെ കയ്യിലുള്ള സ്ഥിതിക്ക് നമ്മുടെ പ്രദേശത്തിന്റെ വികസന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. താങ്കൾ വിജയിച്ച് അങ്ങനെ ഒരു അധികാരത്തിലെത്തിയാൽ നമ്മുടെ വാർഡിന് വേണ്ടി എന്ത് വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡിൽ ഇപ്പം നിലവിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് പറയാനുള്ളത് ഈ പരിസര മലിനീകരണങ്ങൾ. തോട് ഒരു പാലാഴി പാൽക്കമ്പനി മുതൽ ബൈപ്പാസ് വരെ തോട് മലിനമായി കിടക്കുക. ഒന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെയാണ്. എല്ലാ മാലിന്യങ്ങളും അതിലാണ് കൊണ്ടുവരുക. അതിലൊരു പ്രധാന ശ്രദ്ധ ഞാൻ പെടുത്തു. അത് നല്ല വൃത്തിയിൽ സംരക്ഷിക്കാൻ കഴിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പരിസരത്തുണ്ടാവുന്ന 2ാം വാർഡിൽ ഉണ്ടാവുന്ന റോഡുകൾ. ഒരുവിധം റോഡുകളൊക്കെ നന്നായിട്ട് മുൻ മെമ്പർ തന്നെ ചെയ്തു കഴിഞ്ഞതാണ്. എന്നാലും കുറെ റോഡുകളും കുറെ ഇടവഴികളും നന്നാക്കേണ്ടതുണ്ട്. അതിനും നല്ലൊരു ശ്രദ്ധ പുലർത്തും. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ കുടുംബസേവ ഹോസ്പിറ്റലോടെ ഹെൽത്ത് സെന്റർ, സബ് സെന്റർ, അത് വളരെ ഭംഗിയായിട്ട് ഒരു ഡോക്ടർ, ഒരു മരുന്ന്, നഴ്സ്, അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തും. താങ്കൾ ആദ്യത്തെ കന്നി അംഗമാണ് ഈ തവണ. നേരത്തെ മത്സരിച്ച് പാരമ്പര്യമൊന്നുമില്ല. എങ്കിൽ പോലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഒരു ജനകീയനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ. താങ്കൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ച മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, മാലിന്യ പ്രശ്നം പാലായി നമ്മളെ വാർഡ് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒന്ന് ബഹുനില കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും മറ്റ് മാളുകളൊക്കെ കൂടുതൽ നിലകൊള്ളുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് അത്തരം മാലിന്യത്തിന് സാധ്യതയും കൂടുതലാണ്. അത് പരിഹരിക്കാൻ നല്ല ക്രിയാത്മകമായ ഒരു ഇടപെടൽ തന്നെ നടത്തിയാലേ സാധിക്കുകയുള്ളൂ. നിലവിലുള്ള മെമ്പർമാരൊക്കെ ആ വിഷയത്തിൽ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ട്. ഒന്നും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ പാർട്ടിയും മറ്റ് കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇടപെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനൊരു ജനകീയ സംരംഭത്തോടു കൂടി തന്നെ അത് ആ ഫ്ലാറ്റ് മാലിന്യങ്ങളും പിന്നെ പൊതുവായിട്ട് പാലയിനടുത്ത് പാല ആ മാലിന്യ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് തന്നെ അതോടെ ഇടപെട്ട് പരിഹരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ബൈപ്പാസ് മുതൽ പാലാഴി പാൽക്കമനി വരെയുള്ള റോഡിന്റെ ഇരു സൈഡുകളിലും വീതിയില്ലാത്തൊരു പ്രശ്നവും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത പ്രശ്നവും മാലിന്യ കൂമ്പാരങ്ങളും
അത് ഈ കച്ചവടക്കാർ കൂടി ഉൾപ്പെടുത്തി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത. ഒരുപാട് ബഹുനില കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ഒക്കെ ഉള്ള ഒരു വാർഡായതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് നല്ലൊരു വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വാർഡ് തന്നെയാണ് നമ്മളെ വാർഡ്. പഞ്ചായത്തിലേക്ക് ഒരുപാട് ടാക്സ് ആയിട്ടും മറ്റു വരുമാനങ്ങളായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫണ്ടിന്റെ കാര്യത്തിൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിന് കീഴിൽ ഭരണസമിതി ഇപ്പോൾ ഉള്ളത് നിലനിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് കുറച്ചും കൂടി വികസനത്തിന് ആക്കം കിട്ടും. ആ രംഗത്ത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് താങ്കൾ വോട്ടർമാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ശരിയാണ്. ഈ മാലിന്യ പ്രശ്നത്തിൽ പഞ്ചായത്തിൽ ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ തന്നെ പഞ്ചായത്തിന്റെ എല്ലാ സഹായത്തോടും കൂടി മാലിന്യ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലവിൽ തന്നെ താങ്കൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് രാവും പകലും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു വാർഡ് മെമ്പർ കൂടിയാവുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ വാർഡിൽ വലിയ വിപ്ലവാത്മകമായ ഒരു പരിവർത്തനത്തിന് താങ്കൾ ശ്രമിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ള പ്രശ്നം. ശുദ്ധജല വിതരണ സംവിധാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട് നമ്മളെ പ്രദേശത്ത്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ജപ്പാൻ കുടിവെള്ളം വളരെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി എത്തിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഹൈവേയുടെ തൊട്ടടുത്ത് ഉള്ള നമ്മുടെ പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പ്രശ്നം ഇന്നൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ വിഷയത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് അത് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഇപ്പം ബൈപ്പാസ് ഓപ്പോസിറ്റ് ചെയ്ത് പുറത്തി കഴിഞ്ഞു. അപ്പോൾ മാർച്ച് മാസത്തോട് ക്രോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാർച്ച് മാസത്തോടു കൂടി എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ അതിനുള്ള ഈ നിലവിലുള്ള മെമ്പർ നേതൃത്വത്തിൽ അതിനുള്ള അപേക്ഷാ ഫോറങ്ങൾ വാങ്ങി പഞ്ചായത്തിൽ ലഭിച്ചു കഴിഞ്ഞതാണ്. ഇനി ചെയ്യാനുള്ള കാര്യം ഈ പൈപ്പ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഓരോ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതിയാണ് ഇനി വരാനുള്ളത്. അത് മാർച്ച് മാസത്തോടു കൂടി കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ സജീവമായിട്ട് ഞാൻ ഇടപെടും. കുടിവെള്ളം കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും അത് എത്തിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ പാലയിൽ നമ്പടിപ്പറമ്പ് കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഈ 130ഓളം കുടുംബങ്ങൾക്ക് ഇപ്പം നിലവിൽ കൊടുത്തു യഥേഷ്ടം നല്ല ശുദ്ധവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ അതൊരു 10-15 വർഷം പിന്നെ പൊന്നങ്കോട് കുടിവെള്ള പദ്ധതി അത് നിലവിലുണ്ട്. അത് അതിന്റെ ഓപ്പോസിറ്റ് ചെറുകുന്ന കുടിവെള്ള പദ്ധതി ഉണ്ട്. അത് ഇപ്പൊ ഒരു മണ്ണെടുത്ത് വീഴാനായ ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. 2 ടാങ്ക് 10,000 ലിറ്ററിന്റെ 2 ടാങ്ക് വെച്ചിട്ട് വേണം ചെറുകുന്ന നിവാസികൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ എന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അധികാരത്തിലില്ലെങ്കിലും സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്ക് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇനി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ചില വീട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ രാധാകൃഷ്ണനെ വിളിക്കാൻ സാധ്യതയുണ്ട്. താങ്കളന്ന് ഇങ്ങനെ ഒരു വാഗ്ദാനം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, വെള്ളമില്ലാത്ത പ്രശ്നം വരുന്നുണ്ടെന്ന് വിളി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വാക്കുകൾ കൃത്യമായി പാലിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതിൽ ഉറപ്പ് കൊടുക്കും. അത് അവിടുത്തെ ഞങ്ങളെ 2ാം വാർഡിൽ സംബന്ധിച്ചോളം നമ്പടിപ്പറമ്പും പൊന്നങ്കോട് കുന്ന് ചെറുകുന്ന് പദ്ധതിന്റെയൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരാളാണ് ഞാൻ. അതിന്റെ കമ്മിറ്റിയിലുള്ള നമ്പടിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. അത് രാവിലെ 6 മണിക്ക് മുതൽ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്താണല്ലോ. അതിലുള്ള ഒരു ആളാണ് ഞാൻ. നിലവിൽ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാകുമ്പോൾ ഇനി ആ സേവനം ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ തുടർന്ന് പോയാൽ മാത്രം മതി. ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി നമ്മൾ സുന്നി പ്രവർത്തകരാണ്. SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് പ്രത്യേകമായി അന്ധമായ രാഷ്ട്രീയ കടപ്പാടുകളൊന്നുമില്ല. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തോട് അന്ധമായി പറ്റി നിൽക്കുന്നവരല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും രാജ്യത്തെ നന്മയ്ക്ക് വേണ്ടിയും രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും നോക്കി അവരോട് കൂടി നിന്ന് ഞങ്ങളുടെ സമ്മതിദാനാവകാശം അത്തരം നല്ല ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള വികസനം ആഗ്രഹിക്കുന്ന, പ്രദേശത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ വിജയിച്ചു വരണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ താങ്കൾക്ക് കഴിയണം. അതോടൊപ്പം കുറെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് എന്ന് സൂചിപ്പിച്ചു. എന്താണ് കഴിഞ്ഞ കാലത്ത് താങ്കളുടെ യുവത്വം ഏത് രൂപത്തിലാണ് നമ്മുടെ പ്രദേശത്തുകാർക്ക് വേണ്ടി താങ്കൾ ചെലവഴിച്ചത്? മതേതര രംഗത്ത് മതേതര ജനാധിപത്യ സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിർത്താനും മതസൗഹാർദ്ദം നിലനിർത്താനും ഒക്കെ സേവനം ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി
അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, പാർട്ടികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, രാജ്യത്തെ സമാധാനം തകർന്നാലും ഞങ്ങൾക്ക് അധികാരത്തിലെത്തണമെന്ന് ചിന്തിക്കുന്ന കുറച്ചെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുള്ള നാടാണ് നമ്മുടേത്. അവിടെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം സംരക്ഷിക്കുക എന്ന ആ മഹത്തായ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് താങ്കൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രംഗത്ത് താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം കർഷക രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ പാലാഴിയിൽ പ്രവർത്തിച്ചത്. അത് തുടർന്നും ചെയ്യും. അത്രയോ പറഞ്ഞിട്ട് പാടുള്ളൂ. മറ്റത് ഈ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് തന്നെയാണ് ഞാൻ ഈ പാലായിൽ ഇതുവരെ എന്റെ 10-25 വർഷത്തെ ജീവിതം ഈ ജനങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളത്. അതങ്ങനെ തന്നെ തുടരും. അതിലൊന്നും മാറ്റം വരില്ല. ഏതായാലും വികസന രംഗത്തും മതസൗഹാർദ്ദവും പൈതൃകവും സംരക്ഷിക്കുന്ന കാര്യത്തിലുമൊക്കെ താങ്കളെ കണ്ട് മനസ്സിലാക്കിയ ആളുകളാണ് പാലായിലുള്ളത്, നമ്മുടെ വാർഡിലുള്ളത്. ആളുകളൊക്കെ ആ രൂപത്തിൽ തന്നെ ഈ ഇലക്ഷനിൽ താങ്കളോട് പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കൾ നൽകിയ വാഗ്ദാനങ്ങളും വികസന രേഖകളുമൊക്കെ നടപ്പിലാക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. അങ്ങനെ വികസനം ആഗ്രഹിക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ വിജയിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. താങ്കൾക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം. ജനങ്ങളോട്, വാർഡിലുള്ള ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി പറയാം. പ്രിയമുള്ളവരെ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡ് പാലായിൽ നിന്നും ഞാൻ ജനവിധി നേടുകയാണ്. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്.